ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നേരത്തെ എഴുന്നേറ്റു. ഇന്ന് മോനെയായിട്ട് ഹോസ്പിറ്റലിലൊന്ന് പോകണമായിരുന്നു. 2-3 ദിവസമായിട്ട് അവന് ഭയങ്കര ജലദോഷം. എത്ര നേരത്തെ എവിടെ പോകണമെന്ന് പറഞ്ഞാലും വീട്ടിൽ പണിക്ക് പോകുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ദോശ ഉണ്ടാക്കലൊക്കെ ഒന്ന് കഴിഞ്ഞ് മുറ്റത്തൊക്കെ ഒന്ന് പോയി നോക്കി മീനുകളെയൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോഴാണ് ഓർത്തത് 8 മണിയാകുമ്പോൾ കുറച്ച് സമയം കൂടി ഉള്ളൂ. നമ്മൾ തലേ ദിവസം 8 മണിക്ക് വണ്ടി വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങാൻ നേരമുണ്ട്. പൊരിഞ്ഞ മഴ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ ശശിയേട്ടൻ. നമ്മളെപ്പോഴും ശശിയേട്ടൻ്റെ വണ്ടിയാണ് വിളിക്കാറ്. ശശിയേട്ടൻ ഉപ്പാൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. പോകുന്ന വഴി നല്ല മഴ പെയ്തു. പിന്നെ കുറച്ച് ഹരിതാപം പച്ചപ്പൊക്കെ കണ്ടു നോക്കുമ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. ഫോൺ എടുത്തുനിന്ന് കണ്ടു നോക്കുമ്പോൾ എൻ്റെ മകൻ ഉമ്മാടെ മടിയിൽ നിന്ന് എൻ്റെ മടിയിലോട്ട് ചാടി. അങ്ങനെ ചാലിശ്ശേരി എത്തിയോക്കുമ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് മീൻ വാങ്ങണം. ഭർത്താനൊക്കെ പറഞ്ഞിരിക്കണതിൻ്റെ ഇടയിൽ നമ്മൾ അൻസാർ ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്ന് നമ്മൾ നേരെ മുകളിലോട്ട് കയറി. തലേ ദിവസം ബുക്ക് ചെയ്യാൻ കാരണം വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മോൻ്റെ വീട്ടിൽ കൊണ്ട് നോക്കി. അപ്പോഴാണ് ഡോക്ടർ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഇവിടെയാണ് നമ്മുടെ ഡോക്ടർ വരും. നമ്മുടെ ഡോക്ടർ സാജു സാറാണ്. ആ സമയത്ത് മോനായിട്ട് കുറച്ച് നേരം കളിച്ചു. പിന്നെ അവനും ദേഷ്യം വരാൻ തുടങ്ങി. അങ്ങനെ അവിടെയുള്ള ഒരു മാജിക് ബോളൊക്കെ കാണിച്ച് അവൻ്റെ കരച്ചിലൊക്കെ നിർത്തി. അത് ഒരുപാട് ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡോക്ടർ വന്ന് മരുന്നൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ പോകുന്നത് ഹോട്ടലിലോട്ടാണ്. കാരണം നല്ല വിശപ്പുണ്ട്. വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഒരു നെയ്റോസ്റ്റും ഒരു മസാല ദോശയും ഓർഡർ ചെയ്തു. നമ്മളത് കഴിച്ച് അങ്ങനെ വണ്ടിക്ക് വിളിച്ചു. വീണ്ടും നമ്മുടെ ശശിയേട്ടൻ വന്നു. നമ്മളങ്ങനെ വണ്ടിയിൽ കയറി. വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് വാങ്ങണം, ഇത് വാങ്ങണം. പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ നമ്മളതൊക്കെ മറന്നു. വണ്ടി കയറിയേക്കുമ്പോൾ ശശിയേട്ടൻ ചോദിച്ചു, മോൻ എന്താണ് ഡോക്ടർ പറഞ്ഞത്? അതൊന്നും കേൾക്കാൻ അവനക്ക് സമയമില്ല. അവൻ കയറിയ പാട് അവൻ അവിടെ നിന്ന് ഉറങ്ങി. ഒരു പ്ലാനിങ്ങും നടന്നില്ല എന്ന് പറയില്ല. ഉപ്പാൻ്റെ കൂട്ടുകാരൻ്റെ അവിടെ നിന്ന് കുറച്ച് കാർഡ്ബോർഡ് ബോക്സ് വാങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.